السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രത്യേകതകളും അവിടുത്തേക്ക് അല്ലാഹു അവിടുത്തെ കൈകളിലൂടെ നടപ്പിലാക്കിയ അമാനുഷികമായ സംഭവങ്ങളും മറ്റു പ്രവാചകന്മാരിൽ നിന്നും വ്യത്യസ്തമായി ഒരുപാട് പ്രത്യേകതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ സംഭവിച്ചതുമൊക്കെ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വം അത് വളരെയേറെ വലുതാണെന്ന് സത്യവിശ്വാസികളുടെ മനസ്സിൽ ദൃഢീകരിക്കുന്ന വസ്തുതകളും യാഥാർത്ഥ്യങ്ങളുമാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹാനത്ത് സ്വലാത്തുൽ അസ്രി, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടു. ഏതവസരത്തിലാണ്? നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട്. ഞങ്ങള് കുറെ ആളുകളുണ്ട്, സഹാബിമാരുടെ കൂടെ അല്ലാഹുവിന്റെ റസൂലുണ്ട്. ആ സന്ദർഭത്തിൽ ഒരു അസർ നിസ്കരിക്കേണ്ട സമയമായപ്പോൾ ഫൽതമസന്നാസുൽ വദൂഅ ഫലം യജിദൂ, ആളുകളൊക്കെ വുദൂ ചെയ്യാനുള്ള വെള്ളം അന്വേഷിച്ച് നടന്നു. വെള്ളല്ല, യാത്രാമധ്യയാണ്, വെള്ളല്ല. അങ്ങനെ വെള്ളം കിട്ടാതെ അവർ വിഷമിക്കുകയാണ്. ആ അവസരത്തിൽ ആകെ ഒരാളുടെ കയ്യിൽ അല്പം വെള്ളമുണ്ട്. ആ ഉള്ള വെള്ളം ഒരു പാത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെട്ടു. കുറച്ചു വെള്ളം മാത്രമേ അതിലുള്ളൂ. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് കൊണ്ടുവരപ്പെട്ടപ്പോൾ ഫവദഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ദാലികൽ ലിനാഇ യദഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ ആ പാത്രത്തിലേക്ക് അങ്ങ് മുക്കി വെച്ചു. ആ വെള്ളപാത്രത്തിൽ നബി തങ്ങളുടെ കൈവച്ചു. എന്നിട്ട് പറഞ്ഞു, അമറന്നാസ, ജനങ്ങളോടൊക്കെ കൽപ്പിച്ചു, വന്നതവല്ലഹു മിൻഹു, എടുത്തോളൂ, ഉളു എടുത്തോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും കൽപ്പിക്കുകയാണ്. ആ അവസരത്തിൽ അതാ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഫറഅയ്തുൽ മാ, ഞാൻ വെള്ളം കണ്ടു, യൻബുഉ മിൻ തഹ്തി അസാബിഹി, അവിടുത്തെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ പൊട്ടി ഒലിക്കുന്നു. പാത്രത്തിലേക്ക് വെച്ച വിരലിൽ ആ കയ്യിൽ നിന്ന് അതേ ശുദ്ധമായ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യപ്പെടുകയാണ്. വെള്ളം അതാ കൈവിരലുകൾക്കിടയിലൂടെ പൊട്ടി ഒലിക്കുന്നു. ഹത്താ തവല്ലഉ മിൻ ഇൻദി ആഖിരിഹിം, അവിടെ ഉണ്ടായിരുന്ന സ്വഹാബിമാരിലെ അവസാന മെമ്പറും വുദൂ ചെയ്യുവോളം ആ വെള്ളത്തിന്റെ ഒഴുക്കുണ്ടായി. എത്ര ആളുണ്ടായിരുന്നു എന്ന് ചോദിക്കപ്പെട്ടു. അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. പിൽക്കാല താബിഇയായ ഖത്താദ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഖുൽതു, ഞാൻ ചോദിച്ചു, ലി അനസ്, അനസിനോട് ചോദിച്ചു,
അദ്ദേഹമാണല്ലോ ഈ സംഭവത്തിന്റെ ദൃക്സാക്ഷിയായിട്ടുള്ളത്. കം കുന്തും, നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു എന്ന് പറയാമോ? മഹാനവറുകൾ മറുപടി കൊടുത്തു, ഏകദേശം 300 അല്ലെങ്കിൽ 300-ലേറെ ഉണ്ടാകും. 300-ലേറെ വരുന്ന ജനങ്ങൾ, സ്വഹാബിമാര്. ഒരാൾക്ക് പോലും ഉളുവെടുക്കാൻ തികയാത്ത വെള്ളത്തിൽ നിന്ന് സമ്പൂർണമായി ഉളുവെടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈവിരലുകൾക്കിടയിൽ നിന്ന് ശുദ്ധമായ ജലം പൊട്ടി ഒഴുകുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ നടന്ന മറ്റൊരു നബിയുടെ ജീവിതത്തിലും മുഅ്ജിസത്തായിട്ട് സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ്. മൂസ നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലും വെള്ളം പൊട്ടി ഒലിച്ചിട്ടുണ്ട്, പക്ഷേ വിരലുകൾക്കിടയിൽ നിന്നല്ല. പരിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ടല്ലോ, വഇദിസ്തസ്ഖാ മൂസാ ലിഖൗമിഹി ഫഖുൽനാ ദ്രിബ് ബിഅസാകൽ ഹജർ ഫൻഫജറത് മിൻഹു 12 ഐനാ ഖദ് അലിമ കുല്ലു ഉനാസിൻ മശ്റബഹും. മൂസാ അലൈഹിസ്സലാം അതാ തന്റെ ജനതയ്ക്ക് വേണ്ടി അല്ലാഹുവിനോട് വെള്ളം തേടുകയാണ്. ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലാതായപ്പോൾ അതേ ജനങ്ങൾക്ക് വേണ്ടി മൂസ നബി നേതാവ് റബ്ബിനോട് വെള്ളത്തിന് തേടുകയാണ്. ആ അവസരത്തിൽ ഫഖുൽനാ, മൂസയോട് നാം പറഞ്ഞു, ഇദ്രിബ് ബിഅസാകൽ ഹജർ, നിന്റെ കയ്യിലുള്ള വടി കൊണ്ട് നീ അടിച്ചേക്കൂ മൂസാ. അൽ ഹജറ, പാറക്കല്ലിൽ അടിച്ചേക്കൂ. മൂസ നബി അലൈഹിസ്സലാമിന്റെ കയ്യിലുള്ള വടി കൊണ്ട് പാറക്കല്ലിൽ അടിച്ചു. فانفجرت منه 12 عينا, 12 അരുവികൾ ആ കല്ലിൽ നിന്ന് പൊട്ടി ഒലിച്ചു. 12 നീരുറവകൾ ഒരു പാറക്കല്ലിൽ നിന്ന്. അത് അലിമ കുല്ലു ഉനാസിൻ മശ്റബഹും, എല്ലാ ഓരോ ജനതക്കും മനസ്സിലായി അവർക്ക് കുടിക്കേണ്ടത് എവിടെ നിന്നാണെന്ന്. അഥവാ ഇസ്രായേൽ മക്കളെന്ന് 12 ഗോത്രങ്ങളാണ്. ഈ 12 ഗോത്രങ്ങളുടെ നേതാക്കളും ആളുകളും മൂസ നബിയുടെ അനുയായികളായി കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നദി മാത്രം, അതല്ലെങ്കിൽ ഒരരുവി മാത്രമാണ് പൊട്ടി ഒലിച്ചതെങ്കിൽ 12 ഗോത്രവും കൂടെ അവിടെ വെള്ളം കുടിക്കാൻ തിരക്ക് കൂട്ടുമല്ലോ. അതുകൊണ്ട് പടച്ച റബ്ബ് എന്തു ചെയ്തു? അടിയടിച്ചപ്പോൾ 12 നീരുറവകൾ കല്ലിൽ നിന്ന് പൊട്ടി ഒലിക്കുന്നു. 12 ഗോത്രക്കാർക്കും തിരക്ക് കൂടാതെ ഓരോ ഗോത്രക്കാർക്കും മനസ്സിലായി, ഓരോ കബീലക്കാർക്കും മനസ്സിലായി. അതാണല്ല പറയുന്നത്, ഖദ് അലിമ കുല്ലു ഉനാസിൻ മശ്റബഹും, ഓരോരുത്തരും ഏതിൽ നിന്ന് കുടിക്കണം എന്ന് എല്ലാവർക്കും മനസ്സിലായി. അതെ, ആ നിലക്ക് കല്ലിൽ നിന്ന് വെള്ളം പൊട്ടി ഒലിച്ചിട്ടുണ്ട്. ചില യുക്തിവാദികൾക്ക്, മതയുക്തിവാദികൾക്ക്, ഹദീസ് നിഷേധികൾക്ക് ഇതും പിടിച്ചിട്ടില്ല. അവർക്ക് ഇതും അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കണം. ഖുർആനിൽ പറഞ്ഞ ഈ മുഅ്ജിസത്തിനെ പോലും ചില ഹദീസ് നിഷേധികൾ തള്ളുകയാണ്. അവരതിന് വ്യാഖ്യാനം കൊടുക്കുന്നത്, മൂസ നബി വടികൊണ്ട് പാറക്കല്ലിൽ അടിച്ചപ്പോൾ പാറയിൽ നിന്ന് 12 അരുവിയൊന്നും പൊട്ടി ഒലിച്ചിട്ടില്ല. മറിച്ച് മൂസ നബി അലൈഹിസ്സലാം ആ പർവ്വത പ്രദേശങ്ങളിൽ ഇങ്ങനെ വടിയും കുത്തി നടന്നപ്പോൾ 12 അരുവികൾ കണ്ടെത്തിയെന്നും ആ 12 അരുവികളാണ് കുടിച്ചോളാൻ വേണ്ടി പറഞ്ഞതെന്നും. എന്താ ചെയ്യാ? അള്ളാന്റെ നിയമങ്ങള്, അള്ളാന്റെ അത്ഭുതങ്ങള് നിഷേധിക്കാൻ, അംഗീകരിക്കാൻ ഒരു മനുഷ്യന് സാധ്യമല്ലെങ്കിൽ പിന്നെ അവൻ എന്തു പറയും? അള്ളാഹു അത്തരക്കാരിൽ നിന്ന് നമ്മെ എല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആലോചിച്ചു നോക്കൂ, അവർക്ക് അവരുടെ ബുദ്ധിയാ വലുത്, അവർക്ക് അവരുടെ യുക്തിയാ വലുത്. നാം മതനിഷേധികളല്ലതാണ്, മതയുക്തിവാദി അവരെ കുറിച്ചാ പറയുന്നത്. മുസ്ലിം തന്നെയാണ്, നാം ഇതിലുള്ളതൊക്കെ നിഷേധിക്കും ചെയ്യും. ഈ ഒരർത്ഥത്തിൽ ആളുകൾ ചിന്തിക്കുന്ന ഒരു കാലം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു വെള്ളം പൊട്ടി ഒലിച്ച് കൈവിരലിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യപ്പെട്ട ഒരു മുഅ്ജിസത്ത് ഹനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടായത് മൂസ നബി അലൈഹി ഇസ്ലാമിനാണ്. അതും കല്ലിൽ നിന്നാണ്. കല്ലിൽ നിന്ന് അരുവി പൊട്ടി ഒലിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ അതിനൊരു ബന്ധമുണ്ട്. ഒരു ബന്ധമില്ലാത്തതാ വിരലിൽ നിന്ന് ശുദ്ധജലം വരിക എന്ന് പറഞ്ഞാൽ. കല്ലിൽ നിന്ന് വെള്ളം പൊട്ടി ഒലിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രകൃതിയിൽ തന്നെ ഉള്ളൊരു സംഗതിയാണ്. പക്ഷെ അവിടെ അമാനുഷികരെന്താ? മൂസ നബി അടിച്ചപ്പോ അവിടുന്ന് 12 അരുവി പൊട്ടി എന്നുള്ളതാണ് അവിടുത്തെ മുഅ്ജിസത്ത്. കല്ലിൽ നിന്ന് വെള്ളം പൊട്ടി ഒലിച്ചുകൂടെ? ഒലിക്കാം. അതല്ലേ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ 74-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറതി ഔ അശദ്ദു ഖസ്വ വഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ. അല്ലാഹു തന്നെ പറയുന്നു,
യഹൂദികളുടെ കൽബ് എത്ര കടുത്തുറച്ചു പോയി എന്നുള്ള പറയുന്നുണ്ട്. സത്യം മനസ്സിലായിട്ടും ആ സത്യത്തെ അംഗീകരിക്കാത്ത യഹൂദികളുടെയും അതുപോലെയുള്ള കക്ഷികളുടെയും കൽബ് എത്രത്തോളം കടുത്തുറച്ചു എന്നല്ല അവരെ പഠിപ്പിക്കുന്നു. സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക, ഇതിനെല്ലാം ശേഷം നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുറച്ചു പോയി അല്ലാഹു ഒരു സമൂഹത്തോട് പറയുകയാണ്. അവരുടെ കൽബ് എത്രത്തോളം കടുത്തുറച്ചു പോയി. ഫഹിയ കൽ ഹിജാറതി, കല്ലിനെ പോലെ കടുത്തു. ഔ അശദ്ദു ഖസ്വാ, അല്ലെങ്കിൽ അതിനേക്കാൾ കടുത്ത കൽബുകളായി. കല്ലിനേക്കാൾ കടുത്ത കൽബുകൾ. എന്തേ കാരണം? വ ഇന്ന മിനൽ ഹിജാറതി, നിശ്ചയമായും കല്ലിലുമുണ്ട് ചില ഐറ്റം. ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, അതേ അരുവികൾ പൊട്ടിയൊലിക്കുന്ന കല്ലുകളുണ്ട്. വ ഇന്ന മിൻഹാ ലമാ യശഖഖു, ആ കല്ലുകളിൽ തന്നെയുണ്ട് പൊട്ടിപ്പിളരുന്ന കല്ലുകളുണ്ട്. അങ്ങനെ പൊട്ടിപ്പിളരുമ്പോൾ ഫയഖ്റുജു മിൻഹുൽ മാ, അതിൽ നിന്ന് വെള്ളം പുറപ്പെടുന്നു. അങ്ങനത്തെ ചില കല്ലുകൾ പ്രകൃതിയിൽ തന്നെയുണ്ട്. അതേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സംഭവം ഇതൊന്നുമല്ലല്ലോ. ഒരു മനുഷ്യന്റെ വിരലുകൾക്കിടയിൽ നിന്ന് ശുദ്ധജലം പൊട്ടി ഒലിക്കുക എന്ന് പറയുന്ന മാനുഷികമായ സംഭവം അവിടുത്തേക്കല്ലാതെ, അതേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനല്ലാതെ ആ ഒരു അമാനുഷികമായ സംഭവം ഉണ്ടായിട്ടില്ല. എന്നാൽ നമ്മൾ ഇവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം സാന്ദർഭികമായിട്ട്. അതെന്താ? എന്നാ ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കഴിവാണോ? ചിലരങ്ങനെയാ വിചാരിച്ചത്. മുഅ്ജിസത്തും കറാമത്തൊക്കെ പറഞ്ഞിട്ട് അവര് പറയും, കണ്ടോ അമ്പിയാക്കളുടെ കഴിവാണ് ഈ മുഅ്ജിസത്ത്, അതുകൊണ്ട് ഞങ്ങൾ അമ്പിയാക്കൾക്ക് അല്ലാഹ് കൊടുത്ത കഴിവില്ലെന്നാ ഞങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് വെള്ളമില്ലെങ്കിൽ റസൂലുള്ളാഹിനോട് നമുക്ക് വെള്ളത്തിന് തേടാം. നബിയേ വെള്ളമില്ല, നബിയേ വെള്ളം തരണം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി പലരും ഇത്തരത്തിലുള്ള മുഅ്ജിസത്തുകളെ വിവരിക്കാറുണ്ട്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. മുഅ്ജിസത്ത് എന്ന് പറയുന്നത് തന്നെ മനുഷ്യന് ചെയ്യാൻ കഴിയാത്തത് എന്നാണ് അതിന്റെ പദാർത്ഥം തന്നെയും. അമാനുഷികം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൊണ്ടോ ജിന്നുകളെ കൊണ്ടോ കഴിയാത്ത, ഒരു സൃഷ്ടിയെ കൊണ്ടും ചെയ്യാൻ കഴിയാത്ത അമാനുഷികമാവും. അതേ ഒരു സൃഷ്ടിയെ കൊണ്ടും ചെയ്യാൻ കഴിയാത്ത അത്ഭുതകരങ്ങളായ കാര്യങ്ങളാണ് മുഅ്ജിസത്ത്. അത് പ്രവർത്തിക്കുന്നത് അള്ളയാണത് ചെയ്യുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അതേ ഉദ്ദേശിക്കുമ്പോഴൊക്കെ തന്റെ കയ്യിൽ നിന്ന് വെള്ളം പൊട്ടി ഒലിപ്പിക്കാൻ അള്ളാഹ് ഒരു കഴിവ് പ്രകൃത്യാ തന്നെ നൽകിയിരുന്നുവെങ്കിൽ അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പാടുണ്ടോ? ഇല്ല, അങ്ങനെ അള്ളാഹ് ഒരു കഴിവ് കൊടുത്തിട്ടില്ല. എന്താ കാരണം? നബി ഇഷ്ടപ്പെടുമ്പോഴൊക്കെ അവിടുന്ന് ഇങ്ങനെ എന്നാ പിന്നെ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്തൂടെ? അവിടുന്ന് അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അതേ സ്വഹാബിമാർക്കൊരിക്കൽ വെള്ളമില്ലാതെ വിഷമിച്ച ഒരു സമയമുണ്ടായപ്പോ, കുടിക്കാനും കുളിക്കാനും വുദൂ ചെയ്യാനും വെള്ളമില്ലാതെ വിഷമിച്ചപ്പോ അല്ലാഹ് തയമ്മുമിന്റെ ആയത്തിറക്കുകയല്ലേ ചെയ്തത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിരലുകൾ ഇല്ലാഞ്ഞിട്ടാണോ? അപ്പൊ നബി തങ്ങൾ ഉദ്ദേശിക്കുന്ന നേരത്ത് നടക്കുന്നതല്ല മുഅ്ജിസത്ത്. പ്രവാചകന്മാർ ഉദ്ദേശിക്കുന്ന സമയത്ത് നടക്കുന്നതല്ല മുഅ്ജിസത്ത്. അത് അല്ലാഹ് ഉദ്ദേശിക്കുന്ന നേരത്ത് അല്ലാഹ് ഉദ്ദേശിക്കുന്ന മഹാനായ പ്രവാചകനിലൂടെ സംഭവിക്കുന്ന കാര്യമാണ്. അതല്ല എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇങ്ങനെ വെള്ളം കൊടുക്കാനും വെള്ളം പൊട്ടി ഒലിപ്പിക്കാനും ശുദ്ധജലത്തെ ഉണ്ടാക്കുവാനുമുള്ള കഴിവുണ്ടായിരുന്നുവെങ്കിൽ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രാവേളയിൽ വെള്ളം കെട്ടിത്താങ്ങി കൊണ്ടുപോയത്? നബിയും സഹാബത്തും യാത്ര പോകുമ്പോ ഒട്ടകത്തിന്റെയും കഴുതയുടെയും കുതിരയുടെയും ഒക്കെ പുറത്തിൽ വഹിക്കാവുന്നത്ര തോൽപാത്രങ്ങളിൽ വെള്ളം ശേഖരിച്ചുകൊണ്ടാണ് അവിടുന്ന് പലപ്പോഴും യാത്ര പോകുന്നത്. സഹാബിമാരെ, നിങ്ങൾ എന്തിന് ഒട്ടകത്തിന് വെയിറ്റ് കൂട്ടണം? ഞാനില്ലേ നിങ്ങളുടെ കൂടെ. വെള്ളമില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ നിങ്ങൾക്ക് വെള്ളം പമ്പ് ചെയ്ത് തരുമല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ എപ്പോഴുമുള്ള ഒരു കഴിവല്ല, അല്ലാഹ് ഉദ്ദേശിക്കുന്ന നേരത്ത് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ദൂരെ പോകുമ്പോ സ്വഹാബത്ത് നബി തങ്ങളുടെ കൂടെ പരിചാരകന്മാരായ ഭൃത്യന്മാരായ സ്വഹാബത്ത് വെള്ളപാത്രവുമായി കൊണ്ട് കാത്തു നിൽക്കുന്നു. എന്തിനാത്? പ്രവാചകൻ ആവശ്യം കഴിഞ്ഞ് നിർവഹിക്കുമ്പോ
അവിടുത്തെ ആവശ്യം നിർവഹിച്ചു കഴിഞ്ഞാൽ ശുദ്ധീകരണത്തിന് വേണ്ട വെള്ളവുമായിട്ട് കാത്തു നിൽക്കുകയാണ്. എന്തിനാ സഹാബത്ത് അങ്ങനെ കാത്തു നിൽക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ വിരലെവിടെയില്ലേ? നിർവഹിച്ചു കഴിഞ്ഞാൽ വിരലങ്ങ് വെച്ചുകൊടുത്ത് പമ്പ് ചെയ്ത് കഴുകിയാ പോരെ? ഇല്ല പ്രിയമുള്ളവരെ, അത് അവിടുത്തെ ജീവിതത്തിലെ കഴിവല്ല. മാത്രമല്ല, ഇതൊക്കെ കണ്ട് അനുഭവിച്ചവരല്ലേ സഹാബത്ത്. വെള്ളം പൊട്ടി ഒലിക്കുന്ന കാഴ്ച കണ്ടവരല്ലല്ലോ നാം ആരും. അത് കാണാൻ അവസരം കിട്ടിയ നേതാക്കളല്ലേ സഹാബിമാര്. ആ സഹാബത്തിന് വെള്ളത്തിന് ക്ഷാമം നേരിട്ടപ്പോൾ, ആ സഹാബത്തിന് ജലക്ഷാമം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലശേഷം ജലക്ഷാമം നേരിട്ടപ്പോൾ, മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പോലും അതേ ഇമാമായി കൊണ്ടൊരാളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് മഴയ്ക്ക് വേണ്ടി നിസ്കാരം നടത്തുന്നു, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. ഒരൊറ്റ സ്വഹാബിയും നബിയെ ഞങ്ങൾക്ക് വെള്ളമില്ല, ജലക്ഷാമമാണ് നബിയെ, ഞങ്ങൾക്ക് മഴ തരണേ നബിയെ, ഞങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കണേ. അങ്ങയുടെ ജീവിതകാലത്ത് 300ഓളം വരുന്ന സഹാബത്തിന് ഉളുവെടുക്കാൻ മാത്രമുള്ള അതേ വെള്ളം അങ്ങയുടെ പരിശുദ്ധമായ കൈകളിൽ നിന്ന് പൊട്ടി ഒലിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ മുഅ്ജിസത്തുള്ള നബിയെ, അങ്ങയുടെ മുഅ്ജിസത്തിൽ നിന്ന് ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾക്ക് വെള്ളം തരണേ. ഒരു സമയത്തും സഹാബത്ത് വിളിച്ച് തേടിയിട്ടില്ല. അവർക്കൊന്നും റസൂലുള്ളാഹിനെ വിശ്വാസമില്ലേ? അവർക്കൊന്നും റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് വിശ്വാസമില്ലേ? അവർക്കാർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ബഹുമാനമില്ലേ? ആദരവില്ലേ? പ്രിയമുള്ളവരെ, സ്വഹാബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് വിശ്വസിച്ചതുപോലെ, അവര് വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാലേ നാമും നല്ലവരാകൂ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഫഇന്നാമനു ബിഹി. അതെ, അവര് വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കുകയാണെങ്കിൽ. ഖുർആൻ മറ്റൊരു ആയത്തിൽ സൂറത്തുൽ ബഖറയിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അവര് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ അതേ സന്മാർഗം പ്രാപിക്കും എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സഹാബത്ത് വിശ്വസിച്ചതുപോലെ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശ്വസിച്ചതുപോലെ. എന്തിനാ ഇതൊക്കെ പറയുന്നത്? നമ്മെ പറ്റി എല്ലാവരും ഒരു ആക്ഷേപം പറയാറുണ്ട്. മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സലഫികൾ എന്ന് പറയുന്നവരെന്ന് പറഞ്ഞാൽ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഅ്ജിസത്തിനെയൊക്കെ നിഷേധിക്കുന്നവരാണ്, കറാമത്തുകളെയൊക്കെ തള്ളിക്കളയുന്നവരാണ്. അല്ലാഹുവിന്റെ റസൂലിനെ അവർ കേവലം സാധാരണ മനുഷ്യനാക്കുന്നവരാണ്. ഒരു പ്രത്യേകതയുമില്ലാത്ത കേവലം ഒരു മക്കയിലെ ആമിനയുടെ മോനാണ്, അബ്ദുള്ളയുടെ മോനാണെന്ന് പറഞ്ഞ് തരം താഴ്ത്തുന്ന കക്ഷികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അവരോട് നമുക്ക് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്, ഓ പ്രിയമുള്ളവരെ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഖുർആൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, സ്വഹീഹായ ഹദീസുകളിൽ എന്തൊക്കെ വന്നിട്ടുണ്ടോ, അത് മുഴുവനും വിശ്വസിക്കുന്നവരാണ്, പ്രചരിപ്പിക്കുന്നവരാണ്, അംഗീകരിക്കുന്നവരാണ് നാം എല്ലാവരും. അതുകൊണ്ട് ആരുടെയും ദുഷ്പ്രചരണങ്ങളിൽ, കുപ്രചരണങ്ങളിൽ ആരും കുടുങ്ങിപ്പോകാൻ പാടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതകാലത്തുണ്ടായ അത്ഭുതകരമായ മറ്റൊരു ദൃഷ്ടാന്തമാണ് ഇപ്പൊ ഈ കേട്ടത്. അവിടുത്തെ വിരലുകൾക്കിടയിലൂടെ ശുദ്ധജലം നിർഗളിച്ചു, 300ഓളം വരുന്ന സഹാബിമാര് ഉളുവെടുത്തു എന്ന്. വേറെയും സംഭവങ്ങളുണ്ട് പ്രിയമുള്ളവരെ. അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായ ഒട്ടേറെ സംഭവങ്ങൾ ഇനിയും നമുക്ക് വിശദീകരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വരും ദിവസങ്ങളിൽ നമുക്കത് വിശദീകരിക്കണം. ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ഒരുപാട് മഹാസഹിഹായ സംഭവങ്ങൾ. എന്തിന്? നമ്മുടെ നേതാവിന്റെ മഹത്വം ലോകമറിയാൻ, നമ്മുടെ നേതാവിനോടുള്ള സ്നേഹം നമ്മിൽ ധാരാളമായി വർദ്ധിച്ചുകൊണ്ടിരിക്കാൻ, അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണെന്ന അടിയുറച്ച വിശ്വാസം, അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കാനുള്ള ഒരു മാനസികമായ അവസ്ഥയിലെത്താൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുന്ന് നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അവിടുത്തോടുള്ള മഹബത്ത് നിലനിർത്തി അള്ളാഹുവിന്റെ മഹബത്ത് ലഭ്യമാകുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات